വർഷം 1203 ഘോരമായൊരു യുദ്ധത്തിന് ശേഷം ചിതറിപ്പോയ ഒരു സൈന്യം ബാൽജുന നദിക്കരയിൽ വീണ്ടും സംഘടിക്കുകയാണ്. ആഗ്രഹിക്കാതിരുന്ന തിരിച്ചടിയുടെ രോഷവും പരിക്കേറ്റവരുടെ ഞരക്കവും തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ആക്രോശങ്ങളും ചേർന്ന് അസുഖകരമായൊരു ശബ്ദവ്യൂഹം അവിടെ ചുഴിയിട്ട് പറന്നു നടന്നു. അവരുടെ നേതാവ് ചോര പുരണ്ട കൈകളും മുഖവുമായി പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ ഏറ്റവും അടുത്ത സഹായി യുദ്ധക്കളത്തിൽ വീണുപോയിരുന്നു. മകൻ ഗുരുതരമായി പരിക്കുപറ്റി മറ്റെവിടേക്കോ മാറ്റപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ തെല്ലും പതറിയിരുന്നില്ല. തൻ്റെ കുതിരപ്പുറത്ത് പടയാളികൾക്കിടയിലൂടെ അയാൾ റോന്തു ചുറ്റി. നിമിഷ നേരം കൊണ്ട് അവിടെ വന്നു ചേർന്ന മുഴുവൻ മംഗോൾ പടയും അയാൾക്ക് ചുറ്റും നിലയുറപ്പിച്ചു. യുദ്ധകാഹളം മുഴങ്ങി. പടയാളികൾ അവരുടെ വാളുകൾ പരിചയിൽ ആഞ്ഞടിച്ചു. ചിലർ മുഷ്ടി ചുരുട്ടി ഇടത്തെ നെഞ്ചിൽ താളമിടിച്ചു. ചിലർ കുന്തത്തിൻ്റെ പിടിഭാഗം കൊണ്ട് ഭൂമിയിൽ ആഞ്ഞു കുത്തിക്കൊണ്ടിരുന്നു. ഭീതിയുടെ, നിരാശയുടെ, അമർഷത്തിൻ്റെ രൂക്ഷഗന്ധം ഒരു കാറ്റിനൊപ്പം എങ്ങോട്ടോ നീങ്ങിപ്പോയി. പകരം വീര്യത്തിൻ്റെ, ധീരതയുടെ രക്തഗന്ധം അവിടെ തളം പിടിച്ചു. അന്നേരം കുതിരപ്പുറത്തിരുന്ന അവരുടെ നേതാവ് വാളുയർത്തി ആകാശത്തിലേക്ക് നോട്ടമെറിഞ്ഞ് സംസാരിച്ചു തുടങ്ങി. സഖാക്കളെ, ഞാൻ എൻ്റെ മഹാ ഉദ്യമത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. അന്നേരം അതിൻ്റെ മധുരവും കയ്പും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. ഞാൻ നിങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ഉദ്യമം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഞാൻ ഈ നദിയിലെ വെള്ളം പോലെയാണ്. നിങ്ങളും നിങ്ങളുടെ കുതിരകളും ആ വെള്ളം കുടിച്ചു മതിക്കണം. ഒരു യുദ്ധമല്ല, 1000 യുദ്ധം ജയിക്കാനുള്ള ആത്മവിശ്വാസം അവിടെ തിങ്ങിക്കൂടിയ അനുയായികൾക്ക് അയാൾ നൽകി. ദ ബാൽജുന കോവനൻ്റ് എന്നറിയപ്പെട്ട ആ സംഗമവും സംസാരവും ലോകത്തിൻ്റെ ഭൂപടങ്ങളെ മാറ്റിവരച്ചു. മംഗോളുകൾ മാത്രമായിരുന്നില്ല അക്കൂട്ടത്തിലുണ്ടായിരുന്നത്. അവിടെ ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. പല മതക്കാരും വംശക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും ആ നേതാവിന് മുന്നിൽ അവരുടെ ചോര കൊണ്ട് പ്രതിജ്ഞയെടുത്തു. അയാൾക്ക് വേണ്ടി ഏതു ലോകവും പിടിച്ചെടുക്കാൻ അവർ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ പേര് തെമുജിൻ എന്നായിരുന്നു. വീണ്ടും 2 വർഷങ്ങൾക്കപ്പുറം അയാൾ ചെങ്കിസ് ഖാൻ എന്നറിയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ചെങ്കിസ് ഖാൻ. അനുപമമായ പോരാട്ട വീര്യം കൊണ്ട് പല ലോകങ്ങളിലെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ചു നിർത്തിയ പോരാളി. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഭരിച്ച ചക്രവർത്തിമാരിൽ ഒരാൾ. 1162 ചെങ്കിസ് ഖാൻ്റെ ജനനം. തെമുജിൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. പിതാവ് യശുഗൈ മംഗോൾ ഗോത്രങ്ങളിൽ പ്രധാനപ്പെട്ട ബോർജുഗിൻ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു. മെറിക്കത്ത് ഗോത്രപ്രമുഖന് വേണ്ടി പറഞ്ഞുറപ്പിച്ച ഒൽഖാനത് വംശത്തിലെ ഹോളൻ എന്ന സുന്ദരിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ച ആളാണ് യശുഗൈ. ഇവരുടെ ആദ്യ കുട്ടിയായിരുന്നു തെമുജിൻ. അവൻ ജനിക്കുമ്പോൾ ചുരുട്ടിപ്പിടിച്ച വലതുകൈയിൽ ഒരു രക്തക്കട്ടയുണ്ടായിരുന്നു. ഇത് കണ്ട് ലോകം കീഴടക്കുന്നൊരു പോരാളിയായി അവൻ മാറുമെന്ന് ഷാമൻ മന്ത്രവാദികൾ പ്രവചിച്ചു. തെമുജിൻ എന്ന പേരാകട്ടെ തൻ്റെ ഭർത്താവ് ആയിടെ നടന്ന പോരിൽ തോൽപ്പിച്ച ശത്രുവിൻ്റെ പേരിൽ നിന്ന് ഹോളൻ കണ്ടെത്തിയതായിരുന്നു. തെമുജിന് 8 വയസ്സുള്ളപ്പോൾ യശുഗൈ അവനെയും കൊണ്ട് ഒരു യാത്ര പുറപ്പെടുകയാണ്. അവന് യോജിച്ചൊരു ഇണയെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ആ യാത്രാമധ്യേ അവർ ഡെയ്സച്ചൻ എന്നൊരു ഗോത്രത്തലവനെ കണ്ടുമുട്ടി. കോങ്കരിത് എന്ന ഗോത്രത്തിൻ്റെ മുഖ്യനായിരുന്നു അയാൾ. സംസാരത്തിനിടയിൽ തെമുജിനെ അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ തലേന്ന് രാത്രി കണ്ട സ്വപ്നത്തെപ്പറ്റി യശുഗയോട് വിശദീകരിച്ചു. ഒരു കാലിൽ സൂര്യനും മറുകാലിൽ ചന്ദ്രനുമായി പറന്നു വന്ന് തൻ്റെ കൂടാരത്തിന് മുകളിലിരിക്കുന്ന വെളുത്ത വരുന്തിനെക്കുറിച്ചായിരുന്നു ആ സ്വപ്നം. ഇത് തെമുജിനെ കുറിച്ചാണെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. അയാളുടെ ബോർത്തെ എന്ന മകളെ തെമുജിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അയാൾ യശുഗയോട് പറഞ്ഞു. അങ്ങനെ തെമുജിനും ബോർത്തയും തമ്മിലുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചു. സ്ത്രീധനമായി തെമുജിൻ ഡെയ്സച്ചാൻ്റെ ഗോത്രത്തിൽ ജോലി ചെയ്യണം എന്നായിരുന്നു തീരുമാനം. തൻ്റെ മടക്കയാത്രയിൽ യശുഗൈ വിശ്രമിക്കാൻ കയറി ചെന്നത് ഒരു മിർക്കിത് ക്യാമ്പിലേക്കായിരുന്നു. അവർ അയാളെ തിരിച്ചറിഞ്ഞു. അവർക്ക് അയാളോട് തീരാതെ കിടന്ന ഒരു പകയുണ്ടായിരുന്നല്ലോ. യശുഗൈ ഹോളനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചപ്പോൾ മിർക്കത്തുകൾക്കത് വലിയ മാനഹാനിയായിട്ടുണ്ടായിരുന്നു. അയാളെ അവർ ഭക്ഷണം പങ്കുവെക്കാൻ ക്ഷണിച്ചു. അസ്വാഭാവികമായി ഒന്നും തോന്നാതിരുന്ന യശുഗൈ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തൻ്റെ ശ്വാസനിശ്വാസം പോലും താളം തെറ്റിയെന്നു മനസ്സിലായി. അയാൾ എത്രയും വേഗം അവിടെ നിന്നിറങ്ങി. അയാളുടെ കുതിര അയാളെ ബോർജുഗിൻ ക്യാമ്പിലെത്തിച്ചു. മരണക്കിടക്കയിൽ അയാൾ ഹോളനോടൊരു കാര്യം പറഞ്ഞു. എത്രയും പെട്ടെന്ന് തെമുജിനോട് തിരികെ എത്താൻ പറയുക. നാഥനില്ലാതാകുന്ന ബോർജുഗിൻ ക്യാമ്പ് തകർന്നു പോകുമെന്ന് യശുഗൈക്ക് അറിയാമായിരുന്നു. തെമുജിൻ തിരിച്ചെത്തിയപ്പോഴേക്കും അച്ഛൻ പോയിരുന്നു. യശുഗൈ എന്ന കൊടിയടയാളമില്ലാതെ ബോർജുഗിൻ സുരക്ഷിതമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ മഹാഭൂരിപക്ഷം ഗോത്രാംഗങ്ങളും ഹോളനെയും മക്കളെയും തനിച്ചാക്കി പിരിഞ്ഞുപോയി. ബോർജുഗിൻ ഗോത്രത്തോടെ ഏറ്റവും അടുത്ത് നിന്ന തെയ്ച്ചുയിഡ് വംശവും ഹോളനെ കൈയൊഴിഞ്ഞു.
ഹോളൻ അപാരമായ മനക്കരുത്തുള്ളൊരു സ്ത്രീയായിരുന്നു. പക്ഷേ മറ്റാർക്കുമില്ലാത്ത ഒരു വിശ്വാസം തൻ്റെ മക്കളെ ചൊല്ലി അവർക്കുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം മക്കൾ തിരിച്ചുപിടിക്കും എന്നവർക്ക് തീർച്ചയുണ്ടായിരുന്നു. പക്ഷേ അതികഠിനമായ ഒരു ജീവിതകാലമായിരുന്നു അത്. പട്ടിണിയിലായി പോയ നാളുകൾ. എന്നിട്ടും മക്കളെ അവർ വേട്ടയും യുദ്ധമുറകളും എല്ലാം പരിശീലിപ്പിച്ചു. ഇതിനിടെ തെമുജിനും അവൻ്റെ അർദ്ധ സഹോദരനും തമ്മിൽ തുടർച്ചയായ പ്രശ്നങ്ങളുണ്ടായി. പ്രായം കൊണ്ട് മൂത്തത് ബെഹത്തർ എന്ന അർദ്ധ സഹോദരനായിരുന്നുവെങ്കിലും യശുഗയുടെ പട്ടമഹിഷി ഹോളനിൽ ജനിച്ച മകൻ എന്ന നിലക്ക് തെമുജിനായിരുന്നു ഗോത്രമുഖ്യൻ്റെ പദവിയിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. എന്നാൽ അനാഥമാക്കപ്പെട്ട അവരുടെ ഗോത്രത്തിൽ മുഖ്യൻ്റെ പദവിക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ആ കുട്ടികൾക്കിടയിൽ തന്നെ ഉരുണ്ടുകൂടി. ഈ പിണക്കവും സംഘർഷവും കനത്തു വന്ന ഒരു സന്ദർഭത്തിൽ തെമുജിനും ഇളയ സഹോദരൻ ഖാസറും ചേർന്ന് ബെഹത്തറെ കൊല്ലാൻ പദ്ധതിയിടുകയും വേട്ടക്കിടെ ഒരു മലയിടുക്കിൽ വെച്ച് ആസൂത്രിതമായി അവരവനെ കൊല്ലുകയും ചെയ്തു. ആ കൊലപാതകം തെമുജിനെ ഉലച്ചു കളഞ്ഞു. ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനാവാതെ അവൻ ഉഴറി നിന്നു. വിവരമറിഞ്ഞ ഹോളൻ ക്ഷുഭിതയായി. ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന അത്ര ദുർബലമായിരുന്നു അവരുടെ സ്ഥിതി. അതിനിടയിലാണ് സ്വന്തം സഹോദരനെ വധിച്ച് തെമുജിൻ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കിയത് എന്നവർ അവനെ ശകാരിച്ചു. എന്നാൽ തെമുജിൻ പതിയെ പതിയെ തൻ്റെ നില കണ്ടെത്തി. തൻ്റെ ഗോത്രത്തെ മുഴുവൻ ചുമലിലേറ്റാൻ അവൻ പാകപ്പെട്ടുകൊണ്ടിരുന്നു. അതിനിടെ ജദാറൻ ഗോത്രത്തിൻ്റെ രാജകുമാരനായിരുന്ന ജാമുഖയുമായി തെമുജിൻ ചങ്ങാത്തത്തിലായി. അവർ മംഗോളിയൻ ബ്ലഡ് ബ്രദേഴ്സിൻ്റെ അന്ത എന്ന പ്രതിജ്ഞയെടുത്തു. മംഗോളിയൻ ഡെസ്റ്റിനി മാറ്റിത്തിരുത്താൻ പോകുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു അത്. പക്ഷേ തെമുജിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ജാമുഖ പിന്നീട് മാറി എന്നതാണ് ചരിത്രം. അതിനിടെ ബെഹ്തറിനെ വകവരുത്തി എന്ന കുറ്റത്തിന് തൈച്ചൂയിഡ് സ്കൗട്ടുകൾ തെമുജിനെ പിടികൂടുകയാണ്. ദിവസങ്ങളോളം ഒളിച്ചു കഴിഞ്ഞ തെമുജിൻ ഒടുവിൽ പിടികൊടുക്കുകയായിരുന്നു. തൈച്ചൂയിഡ് ക്യാമ്പിൽ വലിയ അവഹേളനമാണ് തെമുജിൻ നേരിട്ടത്. ഓരോ അനുഭവങ്ങളും ആ ബാലൻ്റെ ഉള്ളം പരുവപ്പെടുത്തുകയായിരുന്നു. അവൻ ഒരു പോരാളിയായി മാറുകയായിരുന്നു. ഒടുവിൽ ഷോർഖാൻ ഷിറ എന്ന യശുഗയുടെ പഴയ പരിചയക്കാരൻ തെമുജിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു. ഇയാൾ പിന്നീട് തെമുജിൻ്റെ ഏറ്റവും പ്രധാന സഹായിയായി മാറുകയും ചെയ്യുന്നുണ്ട്. തെമുജിൻ്റെ ഏറ്റവും അടുത്ത സഖാവായി പിൽക്കാലത്ത് മാറിയ നോക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോർച്ചുവിൻ്റെ സഹായത്തോടെ തെമുജിൻ തൈച്ചിയുടെ തടങ്കലിൽ നിന്ന് കുതിരമേൽ കയറി രക്ഷപ്പെട്ടു. ഇതോടെ തെമുജിൻ്റെ വീരപരിവേഷം ഉദിച്ചുയർന്നു. അപ്പോൾ തെമുജിന് 15 വയസ്സേ ആയിട്ടുള്ളൂ എന്നോർക്കണം. അവൻ ഡെയ്സച്ചൻ്റെ അടുത്തെത്തി തൻ്റെ പ്രതിശ്രുത വധുവുമായുള്ള വിവാഹത്തിന് സമ്മതം നേടി. ഡെയ്സച്ചൻ തൻ്റെ മകളെ തെമുജിന് വിവാഹം ചെയ്തു നൽകി. അവരെ ബോർജുഗിൻ ക്യാമ്പിലേക്ക് ആനയിച്ചു. ബോർത്തയുടെ അമ്മ സമ്മാനമായി തെമുജിന് ഒരു സേബിൾ കോട്ട് നൽകുന്നുണ്ട്. അന്നും ഇന്നും ഏറെ അമൂല്യമായ ഒന്നാണ് ഈ സേബിൾ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ. ആ കോട്ട് തെമുജിൻ്റെ തലവര മാറ്റിയെഴുതുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അത് മംഗോളിയൻ ജനതയുടെ മുഴുവൻ രാഷ്ട്രീയത്തെ മാറ്റിയെഴുതി എന്ന് വേണം പറയാൻ. എങ്ങനെയെന്നല്ലേ പറയാം. തെമുജിന് ഈ സേബിൾ കോട്ട് കെരായത്ത് ഗോത്രത്തലവൻ തോഗ്രൽ ഖാന് സമ്മാനമായി നൽകി. ഇത്ര വിലപിടിപ്പുള്ള ആ സമ്മാനം തോഗ്രൽ സ്വീകരിക്കുകയും തെമുജിനെ സഖ്യം ചേർക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് തോഗ്രൽ ഖാൻ, മറുഭാഗത്ത് ജാമുഖ. അതിശക്തനായി തീരുകയായിരുന്നു തെമുജിൻ. എന്നാൽ ഈ അവസരത്തിലാണ് പഴയ പക തീർക്കാൻ മിർക്കത്തുകൾ തെമുജിൻ്റെ ക്യാമ്പ് ആക്രമിക്കുന്നത്. പഴയ പക എന്ന് പറയുമ്പോൾ തെമുജിൻ്റെ അച്ഛൻ തെമുജിൻ്റെ അമ്മയെ കടത്തിക്കൊണ്ടുവന്നതിൻ്റെ പക. അതാവട്ടെ യശുഗയെ വിഷം കൊടുത്തു കൊന്ന വഴിക്ക് തീരേണ്ടതുമായിരുന്നു. പക്ഷേ മിർക്കത്തുകൾക്കത് പോരായിരുന്നു. 300 മിർക്കത്തുകൾ നടത്തിയ മിന്നലാക്രമണത്തിൽ തെമുജിനും സഹോദരങ്ങൾക്കും ക്യാമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. തെമുജിൻ്റെ നവവധു ബോർത്തയെ അവർ തട്ടിക്കൊണ്ടുപോയി. തെമുജിൻ തോഗ്രൽ ഖാനെയും ജമുഖയെയും ചെന്ന് കണ്ടു. ഖാൻ തയ്യാറാക്കിയ 20,000 പേരുടെ കൂറ്റൻ സൈന്യം മിർക്കത്തുകളെ ആക്രമിക്കുകയാണ്. സൈന്യത്തിൻ്റെ ഒരു റെജിമെൻറ്റിനെ നയിക്കാനും തെമുജിൻ നിയോഗിക്കപ്പെട്ടു. യുദ്ധത്തിൽ അവർ വിജയിക്കുകയും മിർക്കത്തുകൾ നിലംപരിശാവുകയും ചെയ്തു. ബോർത്തയെ അവർ വീണ്ടെടുത്തു. എന്നാൽ അവൾ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ചു. ജോച്ചി എന്ന മകനായിരുന്നു അത്. തൻ്റേതല്ലെങ്കിലും സ്വന്തം മകനെ പോലെ തന്നെയാണ് തെമുജിൻ ജോച്ചിയെ വളർത്തിയത്. പക്ഷേ ജീവിതത്തിൽ ഉടനീളം സ്വാഭാവികമായൊരു സ്വത്ത പ്രതിസന്ധി ജോച്ചിയെ പിന്തുടർന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ബോർത്തെ തെമുജിൻ്റെ 7 മക്കൾക്ക് പിന്നീട് ജന്മം നൽകി. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ജാമുഖയും തോഗ്രൽ ഖാനും തമ്മിലുള്ള സൗഹൃദം തെമുജിൻ നന്നായി ഉപയോഗപ്പെടുത്തി. അയാളുടെ ഗോത്രത്തിൻ്റെ പഴയ പ്രതാപം തിരികെ എത്തി. എന്നാൽ പതിയെ പതിയെ ജാമുഖയും തെമുജിനും അകന്നു. ബ്ലഡ് ബ്രദേഴ്സ് ആയിരുന്നിട്ടും അഥവാ മംഗോളിയൻ ആന്ത എന്ന പോരാളികളുടെ പരിശുദ്ധ ബന്ധമുണ്ടായിരുന്നിട്ടും അവർ പിരിയുകയാണ്. പിന്നീട് വൈരികളായി മാറി. ജാമുഖയെ വിട്ട് സ്വന്തമായൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ബോർത്തയും ഹോളനും തെമുജിനെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ഏറിയ ഗോത്രമുഖ്യന്മാരും ജാമുഖയോടൊപ്പം ചേർന്നു. തെമുജിൻ്റെ കൂടെ നിന്നവർക്ക് പക്ഷേ തെമുജിന് കൂടുതൽ നീതിമാനാണ് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അടിമത്തമല്ല, പങ്കാളിത്തമാണ് തെമുജിൻ അവർക്ക് വാഗ്ദാനം ചെയ്തത്. കൂടാതെ
അവരുടെ ഷാമൻ മന്ത്രവാദികൾ തെമുജിൻ ദൈവീക വാഗ്ദത്തം ലഭിച്ച പോരാളിയാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ജാമുക്കയുമായുള്ള സംഘർഷം കനത്തു. ഒടുവിൽ അത് ദാലൻ ബൽചൂത്തിലെ യുദ്ധത്തിൽ കലാശിച്ചു. 1187 നടന്ന ഈ യുദ്ധത്തിൽ തെമുജിൻ പരാജയപ്പെടുകയാണ്. ജാമുക്കയുടെ ക്യാമ്പിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. തെമുജിൻ്റെ പോരാട്ട വീര്യം വെളിപ്പെട്ടെങ്കിലും യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ മൂലം വടക്കൻ ചൈന ഭരിച്ചിരുന്ന ജിൻ രാജവംശവുമായി സന്ധി ചെയ്യാൻ തെമുജിൻ നിർബന്ധിതനായി. അവരുടെ ആശ്രിതനായി കുറച്ചുകാലം തെമുജിനും കൂട്ടാളികൾക്കും കഴിയേണ്ടിയും വന്നു. അതിനിടെ താർത്താറുകൾക്കെതിരെ ജിൻ സൈന്യത്തിനൊപ്പം തെമുജിൻ പോരാടുന്നുണ്ട്. താർത്താറുകളെ പൊളിച്ചു കളഞ്ഞ ആ മിലിറ്ററി ക്യാമ്പയിൻ ജിൻ സാമ്രാജ്യത്തിനകത്ത് തെമുജിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. തെമുജിൻ പതിയെ മംഗോളിയൻ താഴ്വരയിലേക്ക് തിരിച്ചു കയറി വന്നു. ഇതിനിടെ സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ട തോഗ്രൽ ഖാനെ സഹായിക്കാൻ തെമുജിൻ മുതിരുകയുന്നുണ്ട്. കെറായത്ത് ഗോത്രത്തിൽ നൈമനുകളുടെ സഹായത്തോടെ അട്ടിമറി നടത്തി അധികാരം പിടിച്ച വിമതനെ വധിച്ച് തോഗ്രൽ ഖാനെ വീണ്ടും ഖാനായി വാഴിച്ചു തെമുജിൻ. ഇതോടെ തോഗ്രലിനോളം പോന്നവനാണ് താനെന്ന് തെമുജിൻ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീടങ്ങോട്ട് നൈമനുകളെയും താർത്തറുകളെയും മിർക്കത്തുകളെയും തെമുജിനും തോഗ്രലും പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഗത്യന്തിരമില്ലാതെ ജാമുക്കയെ മുന്നിൽ നിർത്തി നയമനുകളും താർത്തറുകളും പുതിയ സഖ്യമുണ്ടാക്കി തെമുജിനെ നേരിടാൻ ഉറച്ചു. പക്ഷേ ബോർജുഗിൻ കെറായത്ത് സഖ്യം ജാമുക്കയെ തോൽപ്പിച്ചു കളഞ്ഞു. താർത്തറുകളുടെ തകർച്ചയോടെ മംഗോളിയൻ സ്റ്റെപ്പയിൽ 3 അധികാര കേന്ദ്രങ്ങൾ അവശേഷിച്ചു: നെയ്മനുകൾ, മംഗോളുകൾ, കൈറത്തുകൾ. ഒടുവിൽ ജാമുക്ക തോഗ്രലുമായി സന്ധി ചെയ്തു, മാപ്പപേക്ഷിച്ചു. ഇതിനിടെ തെമുജിൻ തൻ്റെ വളർത്തുമകൻ ജോച്ചിയെ തോഗ്രൽ ഖാൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു. ഈ അവസരം മുതലെടുത്ത് ജാമുക്ക തോഗ്രലിൻ്റെ മനസ്സിൽ തെമുജിൻ്റെ വിരോധം നിറക്കാൻ ശ്രമിച്ചു. തെമുജിൻ ഈ വിവാഹത്തിലൂടെ കൂടുതൽ ശക്തനാവാൻ ശ്രമിക്കുകയാണെന്നും ജോച്ചിയാവട്ടെ ഒരു തന്തയില്ല ചെക്കനാണെന്നും ജാമുക്ക തോഗ്രലിൻ്റെ ചെവിയിലോതി. പതിയെ തോഗ്രലും തെമുജിനെതിരായി. ഒടുവിൽ കൽക്കൽജിതിൽ വെച്ച് ഘോരമായൊരു യുദ്ധം നടന്നു. തെമുജിൻ്റെ സൈന്യം വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ബാൽജൂനയിലെ തെമുജിൻ്റെ പ്രസംഗം നടക്കുന്നത്. ചിതറിപ്പോയ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി അവർ പോരാട്ടം തുടർന്നു. ഒടുവിൽ തെമുജിൻ്റെ സഹോദരൻ ഖസറിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ആദ്യത്തെ വിജയമുണ്ടായി. ആ വിടവിലൂടെ തെമുജിൻ ഇരച്ചു കയറി. ഒടുവിൽ തോഗ്രലിന് പലായനം ചെയ്യേണ്ടി വന്നു. ആ യാത്രക്കിടയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1204 ചക്രമോത്ത് മലനിരകളിൽ നടന്ന യുദ്ധത്തിൽ നൈമനുകളും പരാജയപ്പെട്ടു. ഇതോടെ ജാമുഖ ദുർബലനായി. വൈകാതെ തന്നെ ജാമുഖ തെമുജിൻ്റെ പിടിയിലുമായി. മാന്യമായ രീതിയിൽ തന്നെ വധിക്കണമെന്ന് ജാമുക്ക തൻ്റെ പഴയ സഹോദരൻ, പഴയ സുഹൃത്ത് തെമുജിനോട് അപേക്ഷിച്ചു. ജാമുക്ക വധിക്കപ്പെട്ടു. തെമുജിൻ്റെ വളർച്ചയിലും തകർച്ചയിലും പിന്നീടുള്ള ഉയർത്തെഴുന്നേൽപ്പിലും പല നിലക്ക് കാരണക്കാരനായ തൻ്റെ ഉറ്റ ചങ്ങാതിയായ, പിന്നീട് ഉഗ്രശത്രുവായ ഒരാൾ. അധികാരവും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയവുമൊക്കെ എപ്പോഴും അങ്ങനെയാണ്. ശത്രുവും മിത്രങ്ങളുമെല്ലാം പ്രതീതികളോ ആപേക്ഷികങ്ങളോ ആണ്. 1206 തെമുജിന് വിളിച്ചു ചേർത്ത കുറുൽത്തയിൽ വെച്ച് അയാൾ ചെങ്കിസ് ഖാൻ എന്ന പേര് സ്വീകരിച്ചു. ചെങ്കിസ് ഖാൻ്റെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമല്ല. ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലൊന്ന് ചക്രവർത്തി എന്ന അർത്ഥമാണ് എന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് സ്വാധീനത്തിൻ്റെ ഫലമായി അശോക ചക്രവർത്തിയെ പോലെ ഒരു ചക്രവർത്തിയായി മാറുകയായിരുന്നു ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അശോകനെ പോലെ ചെങ്കിസ് ഖാൻ അഹിംസയുടെ വഴിയൊന്നും ചരിത്രത്തിൽ എവിടെയും തിരഞ്ഞെടുക്കുന്നുമില്ല. നാടോടി ഗോത്രം എന്ന നിലക്കുള്ള സംവിധാനങ്ങളെല്ലാം ചെങ്കിസ് ഖാൻ പരിഷ്കരിച്ചു. പകരം ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ളതെല്ലാം നടപ്പിലാക്കി. സമൂഹത്തിൽ ചില ശ്രേണികൾ ഉണ്ടാക്കി. അവ അൽത്താനുറൂക്ക് അല്ലെങ്കിൽ ചങ്ങൻയസൂൺ എന്നും ഖരായസൂണും എന്നൊക്കെ അറിയപ്പെട്ടു. ഇതിൽ ആദ്യത്തേത് രാജാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട റോയൽ ഫാമിലികളുടെ ശ്രേണിയാണ്. മറ്റുള്ളവ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും സാധാരണക്കാരുടെയും ശ്രേണിയാണ്. മംഗോളുകൾ ഒരു വലിയ സൈനിക സമൂഹമായി വിപുലപ്പെട്ടു. 15 വയസ്സു കഴിഞ്ഞ എല്ലാ ആൺകുട്ടികളും സൈന്യത്തിൻ്റെ ഭാഗമാകണമായിരുന്നു. 1000 പേരുടെ ഒരു സൈനിക യൂണിറ്റായിരുന്നു ഏറ്റവും അടിത്തട്ടിലെ സംവിധാനം. ഇത് മിൻഖൻ എന്നറിയപ്പെട്ടു. തൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ സൈന്യത്തിൻ്റെ പ്രധാന പദവികളിൽ നിയമിക്കാൻ ചെങ്കിസ് ഖാൻ എന്നും ശ്രദ്ധിച്ചു പോന്നു. യുദ്ധത്തിൽ കീഴടങ്ങിയ വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള സൈനികരെ തൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാക്കുന്ന ശീലം ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സൈനികരെ എപ്പോഴും വ്യത്യസ്തമായ മിൻഖനുകളിലാക്കി വെവ്വേറെ താമസിപ്പിച്ചു. ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി ശ്രമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത്. മംഗോളിയൻ സ്റ്റെപ്പെ അധികാരത്തിന് കീഴിലാക്കിയ ചെങ്കിസ് ഖാൻ തൻ്റെ അതിർത്തികൾ വികസിപ്പിച്ചു തുടങ്ങി. ബാക്കിയുണ്ടായിരുന്ന നൈമൻ കേന്ദ്രങ്ങളും ചെങ്കിസ് ഖാൻ പിടിച്ചെടുത്തു. സൈബീരിയൻ അതിർത്തികളിലേക്കും മംഗോളുകൾ ഒരുമിച്ചു കയറിപ്പോയി. പടിഞ്ഞാറൻ സിയ രാജവംശത്തിനെതിരെയുള്ള പോരാട്ടം വിചാരിച്ച ഫലം കണ്ടില്ലെങ്കിലും മറ്റു പല ഗുണങ്ങളും ഉണ്ടായി. പതിയെ ജിൻ സാമ്രാജ്യത്തിനെതിരിൽ ചെങ്കിസ് ഖാൻ നിലയുറപ്പിച്ചു. 1211 ഒരു കുറുൽത്തൈ വിളിച്ചു ചേർത്ത് ചൈനയിലെ അതിശക്തമായ ജിൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ചെങ്കിസ് ഖാൻ 4 വർഷത്തെ സംഘർഷങ്ങൾക്കൊടുവിൽ 1215 ജിൻ തലസ്ഥാനമായ സോങ്ദു പിടിച്ചെടുത്തു.
ഇന്നത്തെ ബെയ്ജിംഗ് ആണ് സോങ്ദു എന്ന ചരിത്രത്തിൽ പറയാം. ഇതിനിടെ മധ്യേഷ്യയിലെ കിറാക്കിൽത്തെ ഭരണം മംഗോളിയയിൽ നിന്ന് ഒളിച്ചോടിയ ഒരു നൈമൻ രാജകുമാരൻ പിടിച്ചെടുത്തിരുന്നു. അയാൾ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത അതിക്രമങ്ങൾ നടത്തി. അവരെ ബുദ്ധമതത്തിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതായി ചെങ്കിസ് ഖാൻ അറിഞ്ഞു. മംഗോൾ സൈന്യം കുച്ലുകിനെ നേരിട്ടു. കിറാക്കിൽത്തെ ഭരണം അങ്ങനെ ചെങ്കിസ് ഖാന് കീഴിലായി. മധ്യേഷ്യയിലേക്ക് ചെങ്കിസ് ഖാന്റെ അധികാരം നീളുന്നത് അങ്ങനെയാണ്. അവിടെ ശക്തരായിരുന്ന ഹവാരിസ്മിൻ സാമ്രാജ്യവും വൈകാതെ തന്നെ ചെങ്കിസ് ഖാന്റെ മംഗോൾ സൈന്യത്തിന് മുന്നിൽ നിലംപൊത്തി. 1219 ആരംഭിച്ച സംഘർഷം 1221 ആവുമ്പോഴേക്കും അവസാനിക്കുകയായിരുന്നു. 1220 ബുഖാറയും 1221 സമർഖന്ദും കീഴടക്കപ്പെട്ടു. എന്നാൽ ഇവിടെ ചെങ്കിസ് ഖാന്റെ ഏറ്റവും ഇളയ മകൻ തൊളൂയി നടത്തിയ പരാക്രമങ്ങൾ അപലപനീയമായിരുന്നു. ഖുറാസാനിലും നിഷാപൂരിലുമൊക്കെ നിഷ്ഠൂരമായ അതിക്രമങ്ങളുണ്ടായി. സാധാരണ ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. കച്ചവട കേന്ദ്രങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. ഗ്രന്ഥാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ചെങ്കിസ് ഖാന് ചരിത്രത്തിലുണ്ടായ ക്രൂരതയുടെ മുഖം അദ്ദേഹത്തിൻ്റെ സൈന്യം പലയിടങ്ങളിൽ നടത്തിയ ഇത്തരം ക്രൂരതകൾ മൂലമാണെന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത് കാണാം. 1222 ചെങ്കിസ് ഖാൻ മധ്യേഷ്യയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. പിടിച്ചെടുത്ത ഇടങ്ങളിൽ ഭരണം നടത്താൻ മംഗോൾ ഉദ്യോഗസ്ഥരെയും തദ്ദേശീയരായ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. പടിഞ്ഞാറിലേക്കും തെക്കിലേക്കുമുള്ള നീക്കങ്ങൾ കാലാവസ്ഥാ വ്യത്യാസം മൂലം പ്രതികൂലമാകുന്നു എന്ന് ചെങ്കിസ് ഖാൻ വിലയിരുത്തി. ചൂട് അവർക്കിഷ്ടമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ കീഴടക്കാനുള്ള ശ്രമം ഖാൻ വേണ്ടെന്ന് വെച്ചു. അയാൾ തിരികെ തൻ്റെ തട്ടകത്തിലേക്ക് തിരിച്ചു. അതിനിടെ പടിഞ്ഞാറൻ സിയ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോയത് അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ 1225 ആവുമ്പോഴേക്കും സിയ സാമ്രാജ്യത്തിനെതിരെ അയാൾ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടി. സിയ സാമ്രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടികൾ ആരംഭിക്കുകയും അത് ഉപരോധങ്ങളും മറ്റുമായി നീണ്ടുപോവുകയും ചെയ്തു. എന്നാൽ 1227 ആഗസ്റ്റ് 25 ചെങ്കിസ് ഖാൻ മരണപ്പെടുകയാണ്. വേട്ടക്കിടെ കുതിരപ്പുറത്ത് നിന്ന് വീണുപറ്റിയ പരിക്കാണ് മരണത്തിൽ കലാശിച്ചതെന്നും സിയ യുദ്ധത്തിനിടയിൽ ശരീരത്തിൽ അമ്പ് തറച്ചുണ്ടായ മുറിവ് മൂലമാണ് മരിച്ചതെന്നും തുടങ്ങി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ കാണാം. ചെങ്കിസ് ഖാൻ്റെ മരണകാരണം യുദ്ധം തീരും വരെ രഹസ്യമാക്കി വെച്ചു. വൈകാതെ തന്നെ സിയ സാമ്രാജ്യവും മംഗോളുകൾക്ക് മുമ്പിൽ വീണു. അവിടെയുള്ള ജനങ്ങളെ വംശഹത്യക്കിരയാക്കി എന്നാണ് ചരിത്രം. ചെങ്കിസ് ഖാന് ശേഷം ഒഗദെ മംഗാൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായി. ഇന്ന് മംഗോളിയ എന്ന രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാൻ ഉണ്ടാക്കിയ ആ ആധിപത്യവും ആ സാമ്രാജ്യവുമാണ്.